ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കോഡോ മില്ലറ്റ് വെച്ചിട്ട് ദോശയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കോഡോ മില്ലറ്റാണേ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അളവ് ഗ്ലാസ്സായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് കോഡോ മില്ലറ്റാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെയിം ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ഉഴുന്നും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ഗ്ലാസ് ചെറുപയറും 1/2 ഗ്ലാസ് മസൂർ ദാലും കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി ഈ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. നന്നായിട്ടൊന്ന് കുതിരുന്നത് വരെ അത് അടച്ച് വെച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ദോശ ചുട്ടെടുക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വെയിറ്റ് ലോസ് സമയത്തും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാനായിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോ കാണുന്നത് വരേക്കും ബൈ.